ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തതിന് പിന്നാലെ നടപടികൾ വേഗത്തിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരുങ്ങുന്നുണ്ട്. മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിച്ചേക്കും. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളും ഉടൻ തുടങ്ങും. SIT പ്രതികളാക്കിയ എല്ലാവരും EDയുടെ പ്രതിപ്പട്ടികയിലും ഉണ്ടാകും. 2019 മുതൽ 2025 വരെയുള്ള ഇടപാടുകളാണ് ED പരിശോധിക്കുക. ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നു. ആജ്ഞ, SITയുടെ അന്വേഷണം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിനിടെയാണ് EDയും ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണി ഇടപാടുകൾ പരിശോധിക്കാനായി എത്തുന്നത്. SITയുടെ പ്രതിപ്പട്ടികയിൽ എല്ലാവരും ED കേസിലെ പ്രതിപ്പട്ടികയിലും വരുന്നു. നേരത്തെ BJP ഉന്നയിച്ചൊരു ആരോപണം, പ്രധാനപ്പെട്ട ആരോപണം ഇതായിരുന്നു. കാരണം ചില രാഷ്ട്രീയ ഉന്നതരെ സംരക്ഷിക്കാനുള്ള നീക്കമുണ്ട്. കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ SIT കളത്തിലേക്ക് വരുമ്പോൾ അത്തരമൊരു രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടാകില്ലെന്ന് കരുതാം. SIT ഏതൊക്കെ തലങ്ങളിലാണ് അന്വേഷണം നടത്തുന്നത്? ഈ കള്ളപ്പണ ഇടപാട്, അതിൽ വിശദമായ അന്വേഷണമുണ്ട്, പരിശോധനകളുണ്ട്. മറ്റ് പ്രാഥമികമായ പരിശോധന SIT ഈ EDക്ക് എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? ED കേസുമായി ബന്ധപ്പെട്ടുള്ള ECIR കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. തിങ്കളാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ ED സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട, അതായത് SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലെ പ്രതികൾ ആരൊക്കെ ആയാലും അവരെല്ലാവരും EDയുടെ അന്വേഷണ പരിധിയിൽ വരും. അതിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസ് CEO അതുപോലെ ഈ ഗോവർദ്ധൻ തുടങ്ങിയ ആളുകളും തമ്മിലുണ്ടായി ട്രാൻസാക്ഷൻസ് ആണ്, അതിന്റെ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ED പരിശോധിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആളുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാത്തരം ബാങ്ക് ഇടപാടുകളും ED ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൽ കള്ളപ്പണമിടപാട് നടന്നിട്ടുണ്ട് എന്നത്, പ്രത്യേകിച്ചും സ്വർണം ഉരുക്കിയെടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അതിൽ നിന്ന് വലിയൊരു ഭാഗം മറിച്ചു വിറ്റു. ആ പണം ആരുടെയൊക്കെ കയ്യിലെത്തിയിട്ടുണ്ട്, ആർക്കൊക്കെ വീതിച്ചു നൽകി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കും. അത് മാത്രമല്ല, ഇത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ PMLA വകുപ്പുകൾ പ്രകാരമാണ് ED കേസെടുത്തിട്ടുള്ളത്. അങ്ങനെയാണ്. മാത്രമല്ല, ഈ SIT അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇന്നലെ വരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ EDയുടെ അന്വേഷണ പരിധിയിൽ വരും. ഈ അനധികൃത സ്വത്ത് സമ്പാദനം, പ്രത്യേകിച്ചും 2019 മുതൽ 2025 വരെയുള്ള കാലയളവിലെ അനധികൃത സ്വത്ത് സമ്പാദനമാണ് ED പ്രധാനമായും പരിശോധിച്ചു വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്, എത്ര അവർക്ക് വന്നിട്ടുണ്ട്, ആരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡീറ്റെയിൽസ് പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അതുമാത്രമല്ല, ഈ കാലയളവിൽ ഇവരൊക്കെ സമ്പാദിച്ചു കൂട്ടിയതുമായ സ്വത്തുക്കളുടെ വിവരവും ED പരിശോധിക്കും. അത് അനധികൃതമാണെന്ന് കണ്ടാൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കം തന്നെയാണ് EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ 3 പേര് തമ്മിലുള്ള ട്രാൻസാക്ഷൻ മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ തന്ത്രിയുമായി നടന്നിട്ടുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ്, മറ്റു പ്രതികളുമായി നടന്നിട്ടുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ്, ഇവരുടെ ബാങ്ക് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതേസമയം തുക കൈമാറ്റം ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കൊച്ചി സോണൽ ഓഫീസിലെ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയോടു കൂടിയാണ് ED കേസിൽ ഇടപെട്ടതെന്നുള്ള കാര്യവും വ്യക്തമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ SIT ഇതുമായി ബന്ധപ്പെട്ട ഇടപെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ കുടുക്കിയത് എന്നുള്ള ആരോപണങ്ങൾ, ഇത് പുതിയ രാഷ്ട്രീയമാനം വരികയാണ്. എന്നിരുന്നാലും ഇതിന്മേൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഈ അന്വേഷണത്തിന് മേലുള്ള ഒരു ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത് ഹൈക്കോടതി നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘമാണ്. ഹൈക്കോടതിക്കാണ് ഈ അന്വേഷണ സംഘം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഇതിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതി വിലയിരുത്തിയ ശേഷമാണ് തുടർ നീക്കങ്ങൾ എന്ത് വേണമെന്നുള്ള സജഷൻസ് ഹൈക്കോടതി നൽകുകയും ഇതിനകത്ത് എന്തൊക്കെ പോരായ്മകളാണ് ഉള്ളത്, അല്ലെങ്കിൽ അന്വേഷണം തൃപ്തികരമാണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ഓരോ 2 ആഴ്ച
കൂടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് നടത്തി വരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ SIT ലീഡ് ചെയ്യുന്നത് ഹൈക്കോടതി ആയതുകൊണ്ട്, അതിന് നേതൃത്വം നൽകുന്നത് ഹൈക്കോടതി ആയതുകൊണ്ടും, റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത് ഹൈക്കോടതിക്ക് മുൻപാകെ ആയിരുന്നതുകൊണ്ടും ഇതുവരെയുള്ള അന്വേഷണങ്ങൾ സുതാര്യമാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ED ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, അതുപോലെ ഈ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ തുടങ്ങിയ ആളുകളിലേക്കുള്ള പണമിടപാടുകൾ തുടങ്ങിയ ആളുകൾ നടത്തിയിട്ടുള്ള പണമിടപാടുകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഇവര് ഈ 2019 മുതൽ 2025 വരെ നടത്തിയുള്ള ട്രാൻസാക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ ED പരിശോധിക്കാൻ. തുടർന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് വരും. എന്തായാലും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസിൽ പ്രതികളായിട്ടുള്ള എല്ലാവരെയും EDയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നാണ്. അതിൽ CPM നേതാക്കൾ കൂടി വരുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ഠൻ രാജീവര് കൂടി അറസ്റ്റിലായതോടുകൂടി ആ ചർച്ചയുടെ ഇടം കുറച്ചുകൂടി ഒരു രാഷ്ട്രീയ ഇടം കൂടി, അത് ചർച്ചയ്ക്കുള്ള ഇടം കൂടി അത് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. എന്നിരുന്നാലും ED കഴിഞ്ഞ ദിവസം ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതോടുകൂടി ഇതിന് കേന്ദ്ര തലത്തിൽ കൂടി ഇതിനൊരു കൂടുതൽ വീക്ഷണം ഉണ്ടാവുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കണം. പക്ഷേ SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുക കേട്ടോ. തീർച്ചയായും ഞാൻ നേരത്തെ തന്നെ SIT സൂചിപ്പിച്ച കാര്യമുണ്ടായിരുന്നു. ഈ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ ആവശ്യമില്ല. കാരണം കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ സൂചിപ്പിച്ച കാര്യമായിരുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര ബന്ധമുള്ളവരുണ്ട്, അന്തർ സംസ്ഥാന ബന്ധമുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കേന്ദ്ര ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കണമെന്ന്. പക്ഷേ ഈ SIT പറഞ്ഞത് അത്തരമൊരു മാനം ഈ കേസിനില്ല. അന്തർ സംസ്ഥാന ബന്ധമുണ്ടെങ്കിലും ആ കേസിലെ ഇടപാടുകൾ നടത്തിയവരിലേക്ക് അന്വേഷണം കൃത്യമായും എത്തിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ED ഇതിലേക്ക് വരുമ്പോൾ, ഈ കേസിലേക്ക് വരുമ്പോൾ, ഈ കള്ളപ്പണ ഇടപാടിനപ്പുറം മറ്റ് തലങ്ങളിലേക്ക് അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ടോ? മാത്രമല്ല, ഇപ്പോഴും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം, കവർ ചെയ്ത സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ED പ്രാഥമികമായും ഈ ചോദ്യം ചെയ്യലിനൊപ്പം തന്നെ ഈ പ്രതികളുടെ സ്വത്ത് കണ്ടുകിട്ടാനുള്ള നടപടികളിലേക്ക്, അതായത് ഈ നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകിട്ടാനുള്ള നടപടികളിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? ആദ്യഘട്ടത്തിൽ ഈ 3 പേരുടെ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയോ പോറ്റി, കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഈ 3 പേരും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, ബാങ്ക് ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ED ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2019 മുതൽ 2025 വരെയുള്ള ഈ ഇടപാടുകളാണ് ED അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്. എന്നിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇവരെ സമ്പാദിച്ചു കൂടിയ സ്വത്തുക്കൾ, അനധികൃത സ്വത്ത് സമ്പാദനമുണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് അനധികൃതമായി പണം വന്നു ചേരുന്ന മറ്റേതെങ്കിലും സോഴ്സ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സ്വർണം ശബരിമലയിൽ നിന്നും കടത്തിയത് ഉൾപ്പെടെ ഇതിൽ വരുമെങ്കിലും സ്വർണത്തെ മാത്രം, അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ മാത്രം ബേസ് ചെയ്തായിരിക്കില്ല ഈ അന്വേഷണം നടക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഇവരിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന തുകയുടെ അല്ലെങ്കിൽ പണത്തിന്റെ സോഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ EDയുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. എന്തായാലും PMLA വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിലെ ഈ പണം ഇടപാടുകൾ നടന്നത് ഈ പ്രതികൾ ആരൊക്കെയാണോ അവരുടെ എല്ലാം സ്വത്ത് സമ്പാദന രീതിയും ഇടപാടുകളും ഒക്കെ ED പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണം കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ മൂല്യം കണക്കാക്കിക്കൊണ്ട് തന്നെ ഈ സ്വത്ത് കണ്ടുകെട്ടുന്ന ഒരു നീക്കത്തിലേക്ക് പോകും. അതും അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടെങ്കിൽ അത് സ്വർണത്തിന്റെ മൂല്യം അനുസരിച്ചായിരിക്കില്ല. അങ്ങനെയെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടെങ്കിൽ അത് മുഴുവൻ
കണ്ടുകിട്ടുന്ന ഒരു രീതിയിലേക്ക്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സമയത്ത് വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കൾ അവരുടെ ഭാര്യയുടെ പേരിലാണോ, അതല്ലെങ്കിൽ മക്കളുടെ പേരിലാണോ, മറ്റേതെങ്കിലും ബന്ധുക്കളുടെ പേരിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2019 മുതൽ 2025 വരെ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്, എന്തൊക്കെ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ED അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ED കൂടി ഇതിലെ അന്വേഷണത്തിലേക്ക് വന്നതോടുകൂടി പുതിയൊരു മാനം കൈവരികയാണ്. നേരത്തെ SIT സൂചിപ്പിച്ചതുപോലെ ഒരു കേന്ദ്ര ഏജൻസിയുടെ സഹായമോ അന്വേഷണത്തിന്റെ ആവശ്യം ഈ കേസിലില്ല എന്ന് പറയുമ്പോഴും ED ആ സമയത്തും SITക്ക് ഇതിന്റെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ നൽകാൻ ED നൽകി SIT സമീപിച്ചിരുന്നു. അത് നൽകാതിരുന്ന ഘട്ടത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുകയും കോടതിയുടെ ഉത്തരവിന്റെ പ്രകാരം ED ഈ കേസിലേക്ക് ഇടപെടുകയും അല്ലെങ്കിൽ EDക്ക് SIT ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ SITക്ക് നിർദ്ദേശം നൽകുകയും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഇന്നലെ വരെ ഉണ്ടായിരിക്കുന്ന അറസ്റ്റിന്റെ ഡീറ്റെയിൽസ്, അതല്ലെങ്കിൽ പ്രതി ആരൊക്കെ പ്രതി ചേർത്തു, ആരെയൊക്കെ ചോദ്യം ചെയ്തു, ആരെയൊക്കെ കസ്റ്റഡിയിലെടുത്തു, ഓരോരുത്തരുടെയും മൊഴി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് ED അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രധാനമായും ഈ കള്ളപ്പണ ഇടപാട് തന്നെയാണ് പരിശോധിക്കുന്നത്. ഈ സ്വർണം വിറ്റ പണം എന്ത് ചെയ്തു, അത് ആരൊക്കെ പങ്കുപറ്റിയിട്ടുണ്ട്, ഇത് ആരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്, ഇതൊക്കെ EDയുടെ അന്വേഷണ പരിധിയിൽ വരും. എന്തായാലും ഈ സ്വർണം വിറ്റ പണം അത് മാത്രമാണോ നടന്നിട്ടുള്ളത്, മറ്റ് ടോം പറഞ്ഞതുപോലെ മറ്റ് അന്താരാഷ്ട്ര ഇടപാടുകൾ ഉള്ളതായി ആദ്യം തന്നെ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുള്ള ആളുകളൊക്കെ ഈ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നിലവിൽ EDക്ക് നേരിട്ടൊരു FIRലേക്കോ അല്ലെങ്കിൽ നേരിട്ടൊരു കേസെടുക്കാനുള്ള റൈറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിലവിലുള്ള FIRന്മേലാണ് ED CIR രജിസ്റ്റർ ചെയ്യുക. ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെ നിലവിൽ SIT അന്വേഷിക്കുന്ന കേസിന്റെ മേലുള്ള അന്വേഷണമായിരിക്കും EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. എന്തായാലും കൊല്ലം സോണൽ ഓഫീസിലെ അഡീഷണൽ ഡയറക്ടർ രാകേഷിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണവുമായി അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിനിടെയാണ് കേന്ദ്ര ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കേസ് അന്വേഷിക്കാനായി എത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഡാൻ, നിയമസഭാ സമ്മേളനം വരാൻ പോകുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വീണ്ടും ആളിക്കത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിന് ഈ ശബരിമല വിഷയം വലിയ നേട്ടമായി, അതായത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായതിൽ പ്രധാനമായും ശബരിമല വിഷയമാണ് പ്രതിഫലിച്ചത് എന്ന നിരീക്ഷണമുണ്ട്. സ്വാഭാവികമായി അത് നിയമസഭാ സമ്മേളനമൊക്കെ അടുത്തു വരുമ്പോൾ അല്ലെങ്കിൽ നിയമസഭയിൽ എങ്ങനെയാകും പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുക? അതോടൊപ്പം കോൺഗ്രസ് ഈ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയൊരു പ്രതിഷേധത്തിന് ഒരുങ്ങുന്നുണ്ടോ? എന്താണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ഏറ്റവും വലിയ നേട്ടം സമ്മാനിച്ചത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന രാഷ്ട്രീയ പ്രചാരണമായിരുന്നു. ആ പ്രചാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന വേളയിലും വലിയ തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രചാരണ വേദികളിൽ ഇടം പിടിക്കാനാണ് സാധ്യത. അവസാന നിയമസഭാ സമ്മേളനമാണ് 20-ാം തീയതി ആരംഭിക്കാൻ പോകുന്നത്. ആ നിയമസഭാ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയെ കൊണ്ടുവരിക എന്നത് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം തന്നെയാണ്. അതായത് ബജറ്റുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം. പക്ഷേ അവിടെ കൃത്യമായി ഈ വിവാദങ്ങളിൽ ഏത് തരത്തിലുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് കൃത്യമായി സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. അതേസമയം അവരെ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് CPM-ഉം ആഭ്യന്തര വകുപ്പും ഒക്കെ ചേർത്ത് നടത്തുന്നതെന്ന ആക്ഷേപമായിരിക്കും കോൺഗ്രസ് പ്രധാനമായി ഉന്നയിക്കുക. UDF അത്തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരിക്കും സഭയെ പ്രക്ഷുബ്ധമാക്കിയുള്ള നീക്കം നടത്തുക. എന്തായാലും വരുന്ന സഭാ സമ്മേളനം ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന് അജണ്ട നിശ്ചയിക്കുന്ന ഒരു സമ്മേളനം കൂടായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അത്തരത്തിൽ വലിയൊരു ചർച്ചാ വിഷയമാക്കി ദേശീയ തലത്തിൽ വരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കം കോൺഗ്രസ് ഒരു വശത്ത് നടത്തുന്നുണ്ട്. BJPയും അതേ നീക്കങ്ങൾ മറുവശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ് കിട്ടിയ ഒരു ആയുധം അതിനെ രാഷ്ട്രീയമായി പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. വ്യക്തമാണ്. ഡാൻ കുര്യനും വിനീഷും ആജ്ഞാ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.